ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്നാണ്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് SI ഈസ് ഈക്വൽ ടു PRT അപ്പോൺ 100. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് റേറ്റ് ആണ്. T എന്ന് പറയുന്നത് ടൈം ആണ്. നമ്പർ ഓഫ് ടൈംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും T എന്ന് പറയുന്നത് എത്ര ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര വർഷത്തേക്ക് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും, അതായത് എത്ര പീരീഡ് ആണ്. ഇപ്പോൾ കോമ്പൗണ്ട് ആനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ആനുവലി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കാൽക്കുലേറ്റ് ചെയ്യും. എല്ലാ വർഷവും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പി എപ്പോഴും ഓരോ വർഷവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിയുടെ കൂടെ എല്ലാ വർഷവും ഇൻട്രസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിന് മേൽ ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, ഓരോ വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ഫസ്റ്റ് വർഷത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCI ഓഫ് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു PRT അപ്പോൺ 100. ഓരോ വർഷത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് T എന്ന് പറയുന്നത് ഇവിടെ 1 ആയിരിക്കും. സോ PR അപ്പോൺ 100 എന്ന് വരും. PR അപ്പോൺ 100 എന്ന് വരും. ഇനി അതിനുശേഷം ആഫ്റ്റർ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് എമൗണ്ട് ഈസ് ഈക്വൽ ടു P പ്ലസ് I. പ്രിൻസിപ്പിളിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. പി നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് പി എന്ന് തന്നെ ഇട്ടു. ഇൻട്രസ്റ്റ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് PR അപ്പോൺ 100. ഈ രണ്ട് സൈഡിലും പി ഉള്ളത് കൊണ്ട് പി പുറത്തേക്ക് എടുക്കാം. നമുക്കിങ്ങനെ എഴുതാം P1 പ്ലസ് R അപ്പോൺ 100. ഇനി ഇതിനെ നമുക്ക് A എന്ന് വിളിക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ കിട്ടുന്നത് എമൗണ്ടിനെ നമുക്ക് A എന്ന് വിളിക്കാം, സ്മോൾ a എന്ന് വിളിക്കാം. ഇനി അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PRT അപ്പോൾ നോർമൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ T എന്ന് പറയുന്നത് 1 ആയിരിക്കും. പക്ഷെ P എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്താണോ അതാണ്. നമ്മൾ അതിനെ A എന്ന് വിളിച്ചത് കൊണ്ട് നമുക്ക് AR അപ്പോൺ 100 എന്ന് പറയാം. അതായത് സെക്കൻഡ് ഇയറിൽ നമുക്ക് കിട്ടുന്നത് AR അപ്പോൺ 100 ആയിരിക്കും. ഇനി ആഫ്റ്റർ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് A ഈസ് ഈക്വൽ ടു P പ്ലസ് I ആണ്. A ഈസ് ഈക്വൽ ടു P പ്ലസ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതാം. P എന്ന് പറയുന്നത് നമുക്ക് A ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇയറിലെ. സോ A പ്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് AR അപ്പോൺ 100 ആണ്. ഇനി രണ്ട് സൈഡിലും A ഉള്ളത് കൊണ്ട് A പുറത്തേക്ക് എടുക്കാം. നമുക്ക് 1 പ്ലസ് R അപ്പോൺ 100 എന്ന് കിട്ടി. ഇനി എന്താണ് A നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് P ഇൻറ്റു 1 പ്ലസ് R അപ്പോൺ 100 ആണ്. സോ നമുക്ക് Aയുടെ വാല്യൂ കൊടുക്കാം 1 പ്ലസ് R അപ്പോൺ 100. ദെൻ ഈ ലാസ്റ്റിലുള്ള 1 പ്ലസ് R അപ്പോണും കൂടെ എഴുതിയേക്കാം. ഇനി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യമേ ഈ 1 പ്ലസ് R അപ്പോൺ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് ഇയറിലെ എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് ഈസ് ഈക്വൽ ടു 3 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യും. 1 പ്ലസ് R അപ്പോൺ 100, 1 പ്ലസ് R അപ്പോൺ 100, 1 ടൈം 1 പ്ലസ് R അപ്പോൺ 100. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ ഒരേ 7 റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിന് നമുക്ക് പവർ ആയിട്ട് എഴുതാം. അതായത് ഇപ്പൊ 3 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മായ്ച്ച് അതിന്റെ പവർ ആയിട്ട് എഴുതാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഫോർത്ത് ഇയറിലേക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R അപ്പോൺ 100 ഹോൾ റേസ് ടു 4 എന്ന് വരും. ഇങ്ങനെ ഒരു N ഇയറിലേക്കാണെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് P ഇൻറ്റു 1 പ്ലസ് R അപ്പോൺ
100 ഹോൾ റേസ് ടു n എന്നായിരിക്കും. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല. ഇനി ഇതിൽ നിന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയിൽ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഈ എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CI is equal to final amount minus original principal. സോ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? നമുക്ക് കിട്ടിയ അവസാനത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് P into 1 plus R/100 ഹോൾ റേസ് ടു n മൈനസ് ഒറിജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് P ആണ്. ഇതായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്. അതായത് 10,000 rupees ഞാനൊരു ബാങ്കിൽ ഇടുകയാണ് 2 വർഷത്തേക്ക്. ആ ബാങ്കിൽ എന്ന് പറയുന്നത് 10% റേറ്റ് ആണ് ഇൻട്രസ്റ്റിന്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര എമൗണ്ട് കിട്ടും, എത്രയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കാണാം. നമ്മുടെ ഇക്വേഷൻ A is equal to P into 1 plus R/100 ഹോൾ റേസ് ടു n എന്നാണ്. ഇതിൽ A എന്ന് പറയുന്നത് എമൗണ്ട്, P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, R എന്ന് പറയുന്നത് റേറ്റ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ്. സോ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. P 10,000 ആണ്. ഓരോ വാല്യൂം ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. R എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 100 ഹോൾ റേസ് 2 വർഷത്തേക്കാണ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ നിന്ന് ഒരു 0 ക്യാൻസൽ ചെയ്യാം. 10,000 ഇൻറ്റു 1 പ്ലസ് 1/10 ഹോൾ സ്ക്വയർ. ഇങ്ങനെ വരുന്ന മിക്സഡ് ഫ്രാക്ഷന് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? 10,000 ഇൻറ്റു 1 ഇൻറ്റു 10 പ്ലസ് 1 11/10 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10,000 into 11 into 11 divided by 10 into 10. So both zeros നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. 11 മൾട്ടിപ്ലൈ ബൈ 11 എന്ന് പറയുന്നത് 121 ആണ്. ഇവിടുന്ന് 2 0 ഉണ്ട്, 2 0 ഇട്ട് കൊടുക്കാം. ആഫ്റ്റർ 2 years കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,100 rupees ആണ്. അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്തായിരിക്കും? CI is equal to ഫൈനൽ എമൗണ്ട് മൈനസ് ഒറിജിനൽ പ്രിൻസിപ്പൽ. ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് 12,000 ആണ്. 12,100 മൈനസ് ഞാൻ ഇട്ടിരുന്നത് 10,000 ആണ്. സോ മൈനസ് 10,000 ഈക്വൽ ടു 2,100 എന്ന് പറയുന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള